ആദ്യം നമ്മൾ തുടങ്ങിയത് ആക്ച്വലി ഫർണിച്ചർ എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ ഫർണിച്ചർ എങ്ങനെ നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാം, പുതിയ എങ്ങനത്തെയൊക്കെ പുതിയ ഇൻഡിവിജ്വൽ രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ല രീതിയിൽ ഫ്ലറിഷായി ഒരു 3 years കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്റീരിയറിലോട്ട് ഇറങ്ങിയത്. പണ്ട് മുതലേ ഈ വീടുകളിലൊക്കെ ആക്ച്വലി ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള അലമാരസ്, പിന്നെ ഉള്ളതെല്ലാം ലൂസ് ഫർണിച്ചർ. സോ ഫസ്റ്റ് നമ്മളത് വർക്കൗട്ട് ചെയ്ത് മൊത്തം ലൂസ് ഫർണിച്ചറിലാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ഫ്രം സീലിംഗ് ടു ടൈൽ, അതായത് ഏറ്റവും ഫുള്ളി എല്ലാം കൂടെ ടേൺ കീ ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ആ 3 years ആയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. ആ 3 years ആയിട്ട് ചെയ്തു വരുന്നത് അറൗണ്ട് ഒരു, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തമിഴ്നാടും കേരളവും കൂടി ചേർത്തിട്ട് അറൗണ്ട് ഒരു 100 projects നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഒരു ഇന്റീരിയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന ഷോറൂം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അപ്പോൾ എക്സ്പീരിയൻസ് സെൻ്ററിൽ നമ്മൾ അങ്ങനെ കൺസൾട്ടൻ്റ് ആയിട്ട് ഇരുന്നാൽ പറ്റൂ. ഈ ബാക്കി എല്ലാവരും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള മിക്ക ഷോറൂംസിലും ഇപ്പോൾ ഫോർ ഒരു വലിയ ഒരു 10,000-15,000 സ്ക്വയർ ഫീറ്റിലായിരിക്കും ഒരു ഡിസ്പ്ലേ ചെയ്തിട്ട് അത് വിൽക്കാനുള്ളതായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫർണിച്ചർ കൺസൾട്ടൻ്റ് ആയിട്ടോ ഒരു ഇന്റീരിയർ കൺസൾട്ടൻ്റ് ആയിട്ടോ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കും. ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സ്പേസ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഫ്രീ കൺസൾട്ടേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. സോ നമ്മളെ ഒരു ടോട്ടൽ ഇന്റീരിയർ കൺസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാം.